നോക്കട്ടെ, അതൊക്കെ ഭൂമിക്കടിയിലെ വെള്ളച്ചാട്ടം, അതൊക്കെ എടുക്കുന്ന സാധനം. ഇവിടെ നിന്നാണ് പോകാൻ പറ്റില്ല കേട്ടോ, അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം. ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ കാഴ്ച കാണാൻ. ശിവലിംഗം ഒരു 1000. അപ്പൊ നാട്ടിലത്തെ ഏകദേശം നാട് 1000. എടാ കുത്താൻ വന്നിട്ടാ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയ എത്തത് എന്താ, സ്റ്റാച്ചു എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വന്ന സമയത്ത് അവിടെ ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട്. ഫുള്ള് കോടയെ കുളിച്ച് നിൽക്കണ്. എത്ര ശിവലിംഗം ഉണ്ടാകുന്ന ആരെയും സുഖം. ഇന്നിതാ ഒരു സിറ്റി ടൂറിന് പോകണം കേട്ടോ. നമ്മളെ കൂടെ നമ്മുടെ ടീംസൊക്കെ ഉണ്ട്. ഇതാണ് ബസ്. ചെന്നോക്കട്ടെ. അങ്ങനെ ഉല്ലാസയാത്ര നേപ്പാൾ. KSRTC ഉല്ലാസയാത്ര നടത്തിയിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ബസ്സിൻ്റെ നേപ്പാളത്തെ ഉല്ലാസയാത്ര. എങ്ങനെയുണ്ട് നോക്കട്ടെ വൈബൊക്കെ. നല്ല തണുപ്പാട്ടാ. ഏകദേശം 9 സ്ഥലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ കറങ്ങാനുള്ളത്. ഒരു റിമോട്ട് ഏരിയ വില്ലേജ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നത്. അവർ നേപ്പാൾ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കും പറഞ്ഞാൽ തന്നെ കാണിച്ചു തരാം. റൂമിൻ്റെ അടുത്തുള്ള ഒരു ലേക്കാണ് ഇതിട്ടാ. ഇതിന് നേരെ ഫ്രണ്ട് സൈഡിലാണ്, നേരെ മുകൾ സൈഡിൽ ഓപ്പോസിറ്റാണ് ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത്. അസാധ വ്യൂ ആണ്. രാവിലെ നീറ്റ് കഴിഞ്ഞിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല വ്യൂ. ഇവിടെ പിന്നെ ഫുള്ള് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് വീക്കെൻഡിൽ ഇവിടെ പാർട്ടി കാര്യങ്ങളൊക്കെ ലൈവ് DJ മ്യൂസിക്കൊക്കെ നല്ല അടിപൊളി പാർട്ടി കാര്യങ്ങൾ നടത്തിയിട്ട് നേപ്പാൾ വിചാരിച്ച പോലെ സെറ്റപ്പാണ്. ഉണ്ടാ ലേക്കാണിത്. ഇതാണ് നമ്മൾ ബസ്. ഇതാണ് നമ്മൾ ബ്രോ. ഹായ് ബ്രോ. അറിയോ, ഇതാണ് നമ്മളെ ചേച്ചി. ഇവരെന്തൊക്കെ പറഞ്ഞത് വേറെ ഭാഷയിൽ നമുക്കറിയില്ല സംഭവം എന്താ പറഞ്ഞെന്നുള്ളതൊന്നും. അങ്ങനെ ഇവിടെ ഫസ്റ്റ് ഒരു ലേക്കാണ്, ഞാൻ കണ്ടതാണ്. നമ്മളവിടുന്ന് വരുമ്പോൾ കാണിച്ചിരുന്നില്ല. ലേക്കിൻ്റെ ഉള്ളിൽ ഫ്രീ 140 രൂപ. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ 140 രൂപ കളയണ്ടല്ലോ എന്നുള്ളത് ഉള്ളിൽ കയറില്ല. ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽസൊക്കെ. അവിടെ പുറത്തുനിന്നാലേ കാണാൻ പറ്റുള്ളത്തെ കാഴ്ചകളൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പാസ്സൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചാൽ വേണ്ടി നിന്നേനെ. ശരിക്കും ഇതിൽ എൻട്രി ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ തോന്നുന്നത്. ടിക്കറ്റ് കൗണ്ടറൊന്നും കാണാനില്ല, ആരും കാണാനൊന്നുമില്ല. 140 രൂപയാണ് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറിൽ ആ ഭാഗത്ത് ഉണ്ടല്ലേ. 140 എൻട്രി ഉണ്ട്. ഇതിൽ കൂടെ ഞാൻ കയറിയത്, അതുകൊണ്ടാണ് അവിടെ ബോർഡൊന്നും കാണുന്നത്. എന്തായാലും ആ ഭാഗത്താണല്ല എൻട്രി. ചോദിച്ചോ പറഞ്ഞു. എന്തായാലും നമ്മൾ പോകുന്നില്ല, എന്തായാലും അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം. വീണ്ടും നേപ്പാളി ട്രഡീഷണൽ ലുക്കിൽ അതോടെ പോണ്. ഇതാണ് കേട്ടോ നമ്മളെ ബസ്. നമ്മൾ വന്ന ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പാക്ക് കാര്യങ്ങളെന്നൊക്കെ. വേറെ കുറേ ടീംസ് ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ ഉഷാറായതുകൊണ്ട് നല്ല അടിപൊളി ട്രാവലിംഗ് ആവുമെന്ന് വിചാരിക്കാം. ഇതിന് പാക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 500 രൂപ ഇന്ത്യൻ മണിയാണ് ഇതിന് സർവീസ് ചാർജ് വരുന്നത്. 9 ഡെസ്റ്റിനേഷന്. ഇതിൽ ലഞ്ച് ഫുഡ് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് അല്ല, ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണം. എന്തായാലും ബസ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഉല്ലാസയാത്ര പോലെ KSRTC അതേപോലത്തെ ഒരു യാത്ര. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഭുവനേശ്വർ ടെമ്പിൾ അത് കാണാനേ പോകണം കേട്ടോ. ബസ് ഏകദേശം 20 ആളുണ്ട് തോന്നണേ. പോകും ഇതിൽ നേപ്പാളി ഗൈഡും ഉണ്ട്, ഒരു ഹിന്ദി ഗൈഡും ഇവരുണ്ട് കേട്ടോ. 2 ആളുണ്ട്. നേപ്പാളി ഗൈഡ് ഒരു ചേച്ചിയാണ്, പിന്നെ ഹിന്ദി ഗൈഡ് ഒരു നോർത്ത് ഇന്ത്യൻസ് ഒരു ഗേളൊരു ബോയ് ഉള്ളത്. രണ്ടും ഗൈഡിൽ നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടും 2 ഇതിലും. ഭുവനേശ്വർ ടെമ്പിൾ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിലാണ്. നടക്കാനുള്ളതെന്ന് പറഞ്ഞു. 45 മിനിറ്റ് ഇവിടെ വിസിറ്റിംഗ് ടൈം തന്നിക്കണവർ. അവിടെ പിന്നെ ഫുഡ് ഒരു രക്ഷയില്ല, കഴിക്കരുത് ഇവിടെ വന്നാൽ. ഈ ഏരിയയിലൊന്നും നല്ല റേറ്റാവും ഫുഡ് കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ നാളെ പറഞ്ഞിരുന്നു ടൂറിസത്തിൻ്റെ അനുസരിച്ചിട്ട് തന്നെ ഫോറിനേഴ്സിനും നമ്മളെ ഇന്ത്യക്കാർക്കും ഇവിടുത്തെ ലോക്കൽസിനും 3 റേറ്റിലാണ് ഇവിടെ സാധനം കൊടുക്കണമെന്നുള്ളത് കേട്ടോ. ഇതാണ് ഭുവനേശ്വർ ടെമ്പിൾ. ഓക്കെ വെൽക്കം. ഒരു മൂപ്പര് എന്തൊക്കെ ഉണ്ടെന്നുള്ളു പറഞ്ഞിരിക്കണേ. ഇവർ ക്യൂട്ട് ബേബിതാ. ചെന്ന് നോക്കുക. ഇതൊരു മാർക്കറ്റിനുള്ള കുട്ടികളെ പോവുള്ള ഇതിനുള്ളിൽ കാഴ്ചകൾ കണ്ട് പോവായതായാലും. എല്ലാവരും ടൂറിസം പ്രൊമോട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ട്രീറ്റും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വൃത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ
UP-നെക്കാട്ടും പറ്റാൻ എന്താ വെച്ചാൽ ഇവർ മറ്റേ പാന് തിന്നുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും എവിടെയും കാണാനൊന്നുമില്ല. നോർമലി ഡ്രൈവർമാരുടെ അടുത്തൊക്കെ ഉണ്ട് സാധനം. പക്ഷെ മറ്റൊരു പോലെ അങ്ങനെ തുപ്പി അടക്കാക്കി വെച്ചിട്ടില്ല എവിടെ നിൽക്കണേ. ഇവിടെ ഒരു കല്ലുണ്ട്, ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാണ് ആ കല്ല്. ഇതാതന്നെ സാധനം നടക്കാം തുറന്നിട്ടൊരു ഫംഗസ് എന്തൊരു ഒരു ജീവി മേക്ക് ചെയ്യുന്നതിനുള്ളിൽ കിടന്നിട്ട് എന്തൊരു പറഞ്ഞത് നീ കറക്റ്റ് എനിക്കറിയില്ല ഡീറ്റെയിൽസ്. ഇതങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നോർമലി. ഐ വിൽ ബാക്ക്. ഓക്കെ. And this one is cheaper one minute. Huh? This is 1,000 rupees. അതാണ് പറഞ്ഞത്. ശിവലിംഗ തന്നിട്ടുണ്ട്. ഈ 2 ലോക്ക് റെഡി ആവണം, എന്നാലും കല്ല് കറക്റ്റ് സ്ട്രെച്ചറിൽ എടുക്കുള്ളൂ. ലോക്ക് കറക്റ്റ് ആണോ? ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു കൊണ്ടിട്ടാ ഇതിന്റെ എന്താ സംഭവം എന്നുള്ളത്. ഇതിന് ചെറുതുണ്ട്. ഞാൻ സംഭവം ഇതന്നെ. ഈ ഒരു പടം കണ്ടിട്ടുണ്ട്, ഒരു ഏലിയൻസിന്റെ പടം കണ്ടിട്ടുണ്ട്, പേര് മറന്നേ. അതിൽ ഇങ്ങനത്തെ ഒരു സാധനം 500 rupees. പടത്തിന്റെ പേര് മറന്നിക്കണേ. ഇതിനെ പറ്റി അറിഞ്ഞവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സമുദ്രം നിന്ന് കിട്ടിയിട്ടൊരു ജീവി മേക്ക് എന്താണ് ഫംഗസ് എന്തോ കറക്റ്റ് ഞാൻ മറന്നിക്കണേ. അങ്ങനെതാ ഇതാണ് ശ്രീബു ടെമ്പിളിൻ്റെ ഉള്ളിൽ എത്തിക്കണ്ട നമ്മൾ. ഇവിടെ ഇതേപോലെ കുറേ നമ്മളെ നാട്ടിലേക്കാട്ടും കുറച്ചുകൂടി സൈലൻസ് ആണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ ഭയങ്കര ലൗഡാവും, പിന്നെ എത്ര വൃത്തി ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ മീൻസ് കുറ്റം പറയില്ല, മീൻസ് അതിൻ്റെ ഒരു വ്യത്യാസം കാണിച്ചതിന് പുറത്തേക്ക് വന്നപ്പോൾ കേട്ടോ. ഇതാണ് ശ്രീ ഭുവനേശ്വർ ടെമ്പിൾ. ക്യാമറയിലൂടെയാണ്. എൻട്രി ഫീ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. ഇതിൽ ഹോട്ട് സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിരുന്നു. എന്തായാലും ചെന്നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയാം. ഇവിടെ താഴത്ത് ഹോട്ട് സ്പ്രിങ് ഉണ്ടോന്നടാ. ഇതിലിതാ റെസ്റ്റ് റൂം ഉണ്ട് അവിടെ. എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് പാസ് വരുന്നത്. എന്താ ഉള്ളിൽ കയറി 100 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണാണെങ്കിൽ 70 രൂപ, നേപ്പാളി മണ്ണാണെങ്കിൽ 100 രൂപ. നേപ്പാളി ശക്കലാണ് 100 രൂപ. ആകുമ്പോൾ കൊടുക്കേണ്ട ലാഭം മീൻസ് ഇന്ത്യൻ മണ്ണി കൊടുക്കാൻ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം 8 രൂപേൻ്റെ അടുത്ത് നഷ്ടം വരും. കണക്ക് പറഞ്ഞതല്ല. അപ്പോൾ ഒരു വേരിയേഷന് ഒഴിവാക്കാമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു. ഇവിടെ താഴത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇറങ്ങി പോകാൻ കേട്ടോ. ഹോട്ട് വാട്ടറാണ് തോന്നുന്നത്. ഞാൻ കേട്ടൊരു കേവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കുക. ഇവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നാണ്. അങ്ങനെ ഇറങ്ങി വന്നതിന് സ്റ്റാച്യൂസ് കാര്യമൊക്കെ ഉണ്ട്. നമ്മളന്ന് ബസ് വന്ന ടീംസ് മാത്രമല്ല, വേറെ കുറേ ടീംസ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ ഇറങ്ങാനും കാര്യങ്ങളും കാണാനൊക്കെ പാടാൻ. കുറേ ആൾക്കാർ സെൽഫി ഒക്കെ എടുക്കണേ. താഴത്തേക്ക് പോകാണ്ട് ഇഞ്ഞും ഫോട്ടോ വീഡിയോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിരിക്കണം. എന്താ പാടാ ഉള്ളിൽ ചെന്നോ കേട്ടോ. ഉള്ളിൽ എത്തിയിട്ട് ഇനി അവിടെ ഞാൻ ബാക്കി കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, ഒരു നോട്ട് അലൗഡ് എന്നുള്ളത്. ചെന്നോ കേട്ടോ. അതാ പോണേ. ഇതാണ് ആ കേവ്. പക്ഷെ ഉള്ളിൽ നല്ല ചൂടുണ്ടല്ലോ. എൻട്രൻസ് എന്തൊക്കെയായിരിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിലെത്തി. വൈബ് സ്ഥലമുള്ള വഴിക്ക് പോവും. ഇതൊക്കെ ഇവിടെ കുറേ ഗുഹൻ്റെ ഉള്ളിലാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ കേട്ടോ ക്ലിയർ ഉണ്ടാകുന്ന എനിക്കറിയില്ല. മുകളിൽ നിന്ന് ഇങ്ങനെ നല്ല വള്ളറ്റ് വരുന്നുണ്ട് താഴത്തേക്ക്. ഇതാ എൻട്രൻസ് ഏരിയ ഇവിടെയാണ്. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വരണം. ശരിക്കും ചിലപ്പം ക്ലിയർ ഉണ്ടാവില്ല, മിസ്സിങ് ഒക്കെ ഉണ്ടാവും. എന്നാലും ശരിക്കും ഏതായാലും ഉള്ളിലേക്ക് എത്തിയിട്ട് ഭയങ്കര തിരക്കാണ് ഇതിനുള്ളിൽ. കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് ആ ഗുഹ. എല്ലാവരും പോകുന്നുണ്ട്. ചെന്നോക്കായി എവിടെ എന്താണെന്ന് ഐഡിയ ഒന്നും ഇല്ല. ഹിസ്റ്ററി സത്യം പറഞ്ഞാൽ നോക്കിയിട്ടൊന്നുമില്ല എങ്ങനെയെന്നുള്ളത് ഇട്ടാ. അത് വേറെ കാര്യം. എന്താ എല്ലാവരും പോകുന്നുണ്ട്. ഹിസ്റ്ററി പിന്നീട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തന്നെ എന്താ സംഭവം എന്നുള്ളത്. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാ താഴേക്ക് ഉണ്ട് കേട്ടോ. കുറേ ഭാഗത്തേക്ക് ഉണ്ട്. ഇറങ്ങി എടാ താഴത്ത് കുറേ പോകണ്ടല്ലോ. സ്റ്റെപ്പിറങ്ങി പോയിട്ട് കാണിച്ചറിഞ്ഞ് ബാക്കി കണ്ടാ. താഴത്തേക്ക് ഇറങ്ങി പോകുന്ന ആൾക്കാർ ഇതിനുള്ളിൽ കൂടി പോട്ടെ. ഒരു ഗുഹ ഉണ്ട്. എന്താ പാടാ. ഇതിന് മുന്നേ നമ്മൾ പോയത് കല്ല് ഗുഹ. എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയതാട്ടോ ഇവര് ഗുഹ. നല്ല ക്ലിയർ ഉണ്ടാവും ഫോട്ടോ എടുത്താൽ.
ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ എന്തോ ഉണ്ട് സംഭവം. ഇങ്ങനെ പോവാ. വേറെ സ്ഥലത്ത് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തോ പിരിവുണ്ട്. ആവശ്യമുള്ള ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ടിക്കറ്റ് എടുത്തുകൊണ്ട് ഓൾറെഡി നമുക്ക് ഇതിനുള്ളിൽ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്തി കാശ് കൊടുത്തുള്ള ഭക്തി വേണ്ടെന്ന് പറഞ്ഞത്. നമ്മള് സ്ലിപ്പായ താഴത്തെ കിട്ടുള്ളൂ കേട്ടോ. ഇറങ്ങി 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 ആ താഴത്ത് നല്ല അടിപൊളി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി ഉണ്ട്. ഇതിനുള്ളിൽ അത്ര തണുപ്പില്ല. ആ ഇതിനുള്ളിൽ തണുപ്പില്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ അതിന് മേലല്ല തണുപ്പാ. ഇതിനടിയിൽ ഇതൊരു ടെമ്പിള്, പ്രാർത്ഥിക്കാനൊക്കെ പാടുള്ള സംഭവമാണ് ഇതിൻ്റെ അടിയിലിട്ടാ. ഇതൊരു ലോകമാണത്. എവിടുക്കാണ് അവസാനം ഇല്ല എന്നിട്ട്. പക്ഷെ ഇവിടെ തണുപ്പേരണ്ടിട്ടാ. ഇത് പുറം ലോകത്ത് വന്നിട്ടുണ്ടാവും. കുറേ ആൾക്കാർ അവിടെ നിന്ന് റിട്ടേൺ വരാണ്ട്. ഓ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് കുറേ മേലൊക്കെ പോകണ്ടല്ല. ഒരു ടീം അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനി എന്തായാലും മാറ്റില്ല. ഇല്ല അങ്ങോട്ടുണ്ട് ഒരു ടീം അവിടെ നിന്ന് വരുന്നുണ്ട്. ചെറിയൊരു പാസേജാണ് ഇതിനുള്ളിൽ. നമ്മൾ അറ്റാക്ക് ചെയ്ത് മുന്നിൽ ചെന്നിട്ട് മറ്റേ കയറലുണ്ടാവില്ല. സോറിയേ, എവിടെ കൂടി പോട്ടെ. എവിടുക്കാണ് അതിൻ്റെ അവസാനം ഒന്നും അറിയില്ല. എടാ വെള്ളച്ചാട്ടൻ്റെ അടിയിൽ ആ അടിയിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. സൗണ്ട് കേൾക്കണ്ടിട്ടാ. ഓ എൻ്റെ മോനെ ഈ കാഴ്ച നോക്കാ. ഇഞ്ഞും താഴത്ത് കണ്ടിട്ടാ. പൈസ മുതലായി. നല്ല തണുപ്പുണ്ട്. അതാണ് ഇവിടെ എത്തിയപ്പോൾ തണുപ്പ് നേരത്തെ തോന്നി. നേരത്തെ സാധാരണ ചൂട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി ഉള്ളിൽ പല തണുപ്പായി. ഇത് നല്ല അടിപൊളി വൈഡ് ഏരിയ കേട്ടോ. ഇനിയും താഴത്തേക്ക് പോവാ വെള്ളച്ചാട്ടം കാണാൻ. അതേ പോകാൻ പറ്റുള്ളൂ. അത് വന്നല്ല താഴത്ത് പോയി നോക്കണം. അതൊക്കെ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ചെന്നോക്കട്ടെ. അതൊക്കെ ഭൂമിക്കടിയിലെ വെള്ളച്ചാട്ടം. അതൊക്കെ എടുക്കുന്ന സാധനം. ഇവിടെ നിന്നാണ് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം. ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ കാഴ്ച കാണാൻ. കണ്ടില്ലേ അവിടെ വെള്ളച്ചാട്ടം. അതാണ് ഇവിടെ എത്തിയപ്പോൾ തണുപ്പുണ്ടാകാൻ കാരണം. വെള്ളച്ചാട്ടം ഉണ്ടായതുകൊണ്ടാണ്. ഓ ഇപ്പോൾ ആൾക്കാർ മൊത്തം ഇറങ്ങി വന്നിട്ട് നമ്മൾ മുന്നിൽ വന്നുകൊണ്ട് കാണാൻ പറ്റിയല്ലോ. ഇവരെ ബാക്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞില്ല കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ വന്നുകൊണ്ട് കറക്റ്റ് കിട്ടി. ഈ ഇതിനൊരു പേര് പറയും. ഞാൻ ഇതിൻ്റെ ഇത് കറക്റ്റ് മറന്നിട്ടുണ്ട്. സയൻസ് പരമായിട്ടുള്ള ഇത് മറന്നിട്ടുണ്ടാവും. ഇത് കണ്ടാ താഴത്തതിൻ്റെയൊക്കെ കറക്റ്റ് ഇതിൻ്റെ പേര് മറന്നു. ഇത് കുറേ കേവ് ഡൈവിങ്ങിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കാണാം ഈ സംഭവം ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഹായ് ഹാ യാ അവർ കണ്ടവർ ചോദിച്ചിട്ട് എന്താ സംഭവം എന്നുള്ളതൊക്കെ. അങ്ങനത്തെ ഒരു ഫോമിങ് ആണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഫോം ചെയ്തിട്ടുള്ള സാധനം. ഇത് കറക്റ്റ് പേര് ഞാൻ മറന്നു പോയിട്ടാ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ പുറത്തുള്ള കേവിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടാൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ കാണാൻ പറ്റും. കണ്ടില്ലേ ലൈറ്റ് കുറവാണ്. എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനുള്ളിൽ മൊത്തം ആ ഒരു മെത്തേഡ് ഉണ്ട്. ടോട്ടലി ഫോം ചെയ്തിരിക്കണം. എത്ര വർഷം പഴക്കമുള്ള ഗുഹാവുള്ളത്. ഇവിടെ ഇങ്ങനെ അതുപോലെ ഇതിന് കല്ല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇറങ്ങിയിട്ട് വരുന്നു എല്ലാവരും. വേഗം പോന്നാൽ തിരക്കില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂട്ടാ. നടന്ന് ഭംഗി സ്റ്റെപ്പ് തന്നെ ഒരു രക്ഷയില്ല. സ്റ്റെപ്പ് ഓ വെള്ളം കുടിക്കാനും പറ്റിയ തണുത്തുള്ളതാണ്. തൊണ്ട വേറെ എല്ലാ ചാൻസും ഉണ്ട്. ഇവിടെ ഏതായാലും ഇവിടെ ഇരുന്നിക്കണേ. അങ്ങനെ അവിടെ നമ്മൾ പുറത്തിറങ്ങിക്കണേ. ഇത് അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട്. ഇത് കണ്ടും ഇവിടെ നേരെ എക്സിറ്റ് അടിച്ച് പോകണം. അതന്നെ ഞാൻ പ്ലാൻ. ഇവിടെ അതേപോലെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നത് കണ്ടിട്ട്. അതിനെ പോലെ ഇവിടെ ജസ്റ്റ് സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഒന്നുമില്ല, കാഴ്ചകളൊന്നുമില്ല. ഇവിടെ അതാ കത്തിതാ. ഇവിടെ ലീഗലട്ടാ ഈ സാധനം. ലീഗലാണ്. ഇവിടെ രുദ്രാക്ഷമാലുണ്ട്. വെയിറ്റ് ഉണ്ടല്ലോ. ഇതുവരെ കാട്ട് ഇവിടെ ലീഗലാണ് ഇത് കൊണ്ടുനടക്കലേ. എടാ ഇത് ഇവിടെ യൂസിങ് ലീഗലാണ്. നമുക്ക് കൊണ്ടുനടക്കാം. എവിടെ നാട്ടിൽ കൊണ്ടുപോയി വെക്കുമോ? ആ യോധയിൽ വലിച്ചു വരുന്ന കത്തിയാണിത്. ഇവിടുത്തെ അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ്
അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. എന്തായാലും ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടാണ്. താങ്ക് യു ഫോർ വിസിറ്റ്. ഓക്കെ ബൈ. നമ്മൾ ബസ്സോടെ ബസ് എത്തിയിരിക്കണം. ഹായ് ഹായ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണല്ലോ. അടുത്ത ഡെസ്റ്റിനേഷനിൽ തപ്പി പോകാം. ഞങ്ങൾ ബസ്സല്ലേ, അവിടെ അല്ല ബസ്, അതാണ് ബസ് അവിടെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ അടുത്ത സ്ഥലത്ത് എത്തട്ടെ. എന്താ നോക്കണം അടുത്ത കാഴ്ച. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ ഉണ്ട് ഇവർ അയച്ചുവിട്ടിരുന്നതാ. ഒരു 10 ഉപ്പാണ് ഉണ്ടാവും. അത് പോകണം, കൂട്ടം കൂട്ടമായിട്ട് പോണതാ. പ്രത്യേക ഒരു ആംബിയൻസ് ഇട്ട് ഇവിടെ. വൃത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് സ്ട്രീറ്റ്. ഇത് പോകുന്നത് കൊറ്റാൻ. അല്ലോ അടച്ചറപ്പേ, എടാ കുത്താൻ വന്നിട്ടാ. ചെക്കനൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് ആള് കലിപ്പിലാണ്. കുത്ത് കിട്ടിയ പോലെ ഉണ്ടാവും. അടച്ചോനെ പോണ്ടിയല്ലോ നീ. എടാ ബാക്ക് കൂടി കുത്തിട്ടാ നോക്കിട്ടാ. അതിന്റെ ഓണർ വന്നേ. രക്ഷപ്പെട്ട്. റെഡ് ബുൾ കുടിക്കുന്ന ആശാൻ. തണുത്ത കുടിക്കണ്ട, പണി വാളും. ശിവ സ്റ്റാച്ചു പുംതിക്കോട്ട്, അവിടേക്കാണ് അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ടുള്ളത്. പുംതിക്കോട്ട്. ഓ മോനെ, ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ. അവിടെ ടെന്റ് അടിച്ചാണ്ടല്ലോ. യെസ്, മുകളിലെത്തി. അവര് ഇവർ സംസാട്ടാ. ഹായ്. അത് വരെ ടിബറ്റിന്റെ ഒരു ഇതാണ്, എന്താ ഒരു ചക്രണ്ട്. ആ എന്താണ് ഇവിടെ ശിവലിംഗം കഥ ചെറുതൊക്കെ. ബുദ്ധ സ്റ്റാച്ചു. പിന്നെ ഈ മാലിൻ്റെ പേരെന്താ? രുദ്രാക്ഷ മാലതാ. സ്പെക്സ് ഇതാ. രീതി ഇതാ കല്ലിതാ. ഇവിടെ ഒക്കെ സാധനം നമ്മൾ നേരത്തെ കണ്ട. കളറായിക്കണേ. ഹൗ മച്ച് ദിസ്? 250. വേറൊരു ശിവ സ്റ്റാച്ചു അടിപൊളി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ ആട്ടത്. എന്താ സ്റ്റാച്ചു എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ലൈറ്റ് ഷോ കാര്യങ്ങൾ കണ്ടിട്ടാ. നമ്മൾ വന്ന സമയത്ത് അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട്. ഫുള്ള് കോടയെ കുളിച്ച് നിൽക്കണ്. എത്ര ശിവലിംഗം ഉണ്ടാകുന്ന അറിയാൻ സുഖമായിരുന്നു. കാരണം ഇത് ആ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ നിരന്ന് ശിവലിംഗം ഇടുന്നത്. കാരണം പൂജ എന്തോ കഴിഞ്ഞിരിക്കണം. ഡെയിലി പൂജ ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഇവർക്ക് ഹിന്ദി വല്ലാതെ വിഷമില്ല, അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വെച്ചാൽ. പിന്നെ ഇത് നിൽക്കുന്ന അടി ഉണ്ടാക്കാനുണ്ടോ കൂടി. ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം? അതിനുള്ളിലാണ് പൂജയും കാര്യമൊക്കെ നടക്കുന്നത്. ക്ലിയർ ഉണ്ടാവില്ല, കാരണം ലൈറ്റ് ഓപ്പോസിറ്റാണ്, ക്ലിയർ അടിക്കും. എന്തായാലും ചെന്നോക്കാം. വീഡിയോ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിട്ടാ. പേര് ഓർമ്മണ്ട? എന്തായാലും വേണ്ടില്ല, പേര് പിന്നെ കൊടുക്കാം. ഇതിൻ്റെ അപ്പുറത്ത് ഏതോ ഭാഗത്താണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് കേട്ടോ. ഇവിടെ താഴത്തേക്ക് ഇറങ്ങി പോകുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ്ട് പോവാം. എന്തോ ലേക്കിൻ്റെ അമ്പലം ഇവിടെ നിന്ന് ക്ലിയർ അല്ലല്ലോ. അതാണ് ടൗണ്, പുക്കറ ടൗണാണ് ഈ കാണുന്നത്. ചെറിയ എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്, എന്തോ പരിപാടിയൊക്കെ വരുന്നുണ്ട് ഇവിടെ. അവിടെയാണ് നമ്മൾ താമസിച്ചത്. ആ ഭാഗത്തിലാ? ഇവിടെയാണ്. ഇത് റിസോർട്ട്, ഇവിടെ റിസോർട്ട് പോലെ ഉണ്ട്. അതാ ഒന്നാലേക്കുള്ള അതിലൊക്കെ നമ്മൾ ബോട്ടിങ്ങിന് വന്നതാ. സെക്ഷനിൽ എത്തിക്കണ്ടാ. അടിപൊളി വ്യൂ ഉണ്ട് അവിടെ. ഫുഡ് കാര്യമൊന്നും കൊണ്ട് കഴിക്കണം എന്നാണ് നമ്മളോട്. ഫുഡിനായിട്ട് വേറെ സ്ഥലത്ത് പാർക്കിങ് ആരോഗ്യം ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ചാർജ് ചെയ്തില്ല. ഇത്രയും തോന്നെ എക്സ്പോസ് ചെയ്യുന്നു വിചാരിച്ചല്ല. ശിവട്ടമ്പളൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറേ കാണാണ്ട് കാഴ്ചകൾ കേട്ടോ. ഫോട്ടോഗ്രാഫി ആയാലും ശരി, എല്ലാം ശരി. പക്ഷെ ബാഡ് ലക്ക് കണ്ടാ. ടെമ്പിൾ കണ്ടാ? നോ വീഡിയോഗ്രാഫി രണ്ടോടെ എഴുതി വെച്ചിരിക്കണം. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സിയു, ഇതാണ് ടെമ്പിൾ. നമുക്ക് പോകാം. ഓക്കെ. 3 ദിവസമായി നോർമലി നമ്മൾ കറക്റ്റ് ഒന്നും ഉറങ്ങിയിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു കേവ് ഉണ്ട്. അപ്പം നടക്കാനുള്ളൊരു ത്രാണില്ലാത്തതുകൊണ്ട് അത് തൽക്കാലം നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കണം. ഇത് ഈ പാക്കിലുള്ളതാണ് ഓൾറെഡി. അതും നമ്മൾ 2 ട്രക്കിങ്ങിൻ്റെ ഒരു പോയിന്റ് 2 ആയിരുന്നു. 2 നമ്മൾ ക്യാൻസൽ ആക്കിയിട്ടുണ്ടാ.
വേറെ ഒന്നുമില്ല, വെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടുതലുള്ള ആൾക്കാർ ഒരാൾക്ക് പനിയൊക്കെ പിടിച്ചിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത്, പ്രത്യേകിച്ച് കേവ് അല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയതാണ്. നമ്മൾ ബസ് അവിടെ വെയിറ്റ് ചെയ്യണ്ട നമുക്ക് വേണ്ടിയിട്ടാ. അതുപോലെ ഇതാ കുറേ ടീംസ് വേറെ വന്നിട്ടുണ്ട്, വേറെ ടൂറിസ്റ്റ് ബസ് വന്നിരിക്കണേ. അത് ഇതിനായിട്ടുള്ള ബസ്സാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ 2 പരിപാടി നടക്കില്ല ഈ ബസ്സിൽ. ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം, ടൂറിസ്റ്റ് AC കാര്യങ്ങളൊക്കെ. ഇതിലും ടൂറിസ്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ KSRTC ഓടല് ടൂറിസ്റ്റ് ഓടും, 2 ഓടുന്ന ബസ്സല്ലേ. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല കേട്ടോ, അത് മാത്രമേ ഓടുള്ളൂ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാനൊരു ആഗ്രഹം. ബ്ലാക്ക് ടീ പറഞ്ഞ് 30 രൂപ. റേറ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, 30. നമ്മൾ നിൽക്കുന്ന ടൗണിൽ ഏകദേശം 50 രൂപയാണ് ചായക്ക്. ഒരു നൊസ്റ്റു ഫീൽ കിട്ടുന്ന ഒരു കട പോലത്തെ ഒരു കട, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പടാൻ. എന്തായാലും ചായക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അങ്ങനെ അടുത്ത സ്ഥലത്തെത്തിയിരുന്നു. ഇവിടെ കുതിരൊക്കെ ഉണ്ട്, ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ലാസ്റ്റ് എത്തിയപ്പോൾ എല്ലാവരും തയ്യാറായിരിക്കണം, അതുകൊണ്ട് വല്ലാതെ പണിക്കാർ നിന്നിട്ടില്ല. അവിടെ കുട്ടികൾ വോളിബോൾ കളിക്കേണ്ട ആ സൈഡിൽ. ഇവിടെ അതാ കുതിര ഉണ്ട്, എത്ര റേറ്റ് എന്ന് അറിയില്ല കേട്ടോ. അതെ പോണ്. അപ്പോൾ അവിടുന്ന് ഇനി എങ്ങനെ ഉണ്ട്, വേറെ കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേട്ടാ. എന്നിട്ട് പിന്നെ വാങ്ങാനൊന്നും ഇല്ലല്ലോ, നമ്മൾ ലോങ് ട്രിപ്പ് ആയതുകൊണ്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. തണുപ്പ് വന്ന് തുടങ്ങുന്നുണ്ട്, തണുപ്പ് സ്റ്റാർട്ടിങ് ആണ്. രാത്രിയൊക്കെ നല്ല തണുപ്പാവും. ഞാൻ എന്നാ പോരൊക്കെ ഉണ്ടെങ്കിലേ ചെറിയ തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ പാടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ ഇതാ ഇങ്ങനെ സൂനീർ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റില്ല പോകുമ്പോൾ. ഇനിയില്ല, നമ്മളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ കയറ്റാൻ കൊണ്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല. ബസ്സിലുള്ള എല്ലാവരും ഓൾമോസ്റ്റ് സാധനം വാങ്ങാൻ വേണ്ടി പോയിക്കണം. കുറച്ച് 3-4 ആൾക്കാർ മാത്രമേ പോകാത്തുള്ളൂ. അങ്ങനെ ഫൈനലി റൂമിലെത്തിയിട്ടാ. ലാസ്റ്റ് 3 സ്പോട്ടിൽ ഞങ്ങൾ പോയില്ല. മീൻസ് ഒന്ന് കുഴങ്ങിയെന്നല്ലോ, രണ്ടാമത് ആവുന്നുണ്ടായിരുന്നില്ല. അതന്നെ 4 സ്പോട്ട് സ്കിപ്പ് ചെയ്ത് 4 നമ്മൾ പോയിട്ടുള്ളൂ. ഇതാണ് നമ്മളെ റൂം. 800 രൂപയാണ് നമ്മൾ 3 ആളുടെ റൂമിൽ. എന്താ 2 കൂടെ കിടക്കുക, അവരെ കൂടെ കിടക്കുക. ബാത്റൂം നല്ല അടിപൊളി ബാത്റൂം കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ നിന്ന ഇതിൽ തന്നെ കേട്ടോ, റൂമിൽ തന്നെയാണ്. അപ്പം നാളെ ഒരു വില്ലേജിലേക്കാണ് പോകുന്നത്, ഗാണ്ടൂത്ത് പറഞ്ഞ വില്ലേജ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് അറിയിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.